കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഈശോ തന്റെ ശിഷ്യരോട് അരുളി ചെയ്തു, നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. ജലപ്രളയത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ നോഹ പേടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു. ജലപ്രളയം വന്ന് സംഹരിക്കുന്നത് വരെ അവർ അറിഞ്ഞില്ല. ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനവും. അപ്പോൾ രണ്ടുപേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. രണ്ട് സ്ത്രീകൾ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാം, അതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കള്ളൻ രാത്രിയിൽ ഏത് സമയത്താണ് വരുന്നതെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉണർന്നിരുന്നിരിക്കുകയും തൻ്റെ ഭവനം കവർച്ച ചെയ്യാൻ ഇടകൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോത്തിന് സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ആഗമനകാലം ഒന്നാമത്തെ ഞായറാഴ്ചയിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. തിരിച്ചറിയുക, തിരുപ്പിറവിക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കേണ്ട 26 ദിവസങ്ങൾ. സ്നേഹമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നമ്മളിനി വായിച്ച് കേൾക്കാൻ പോകുന്ന ഭാഗത്തിൽ നമ്മൾ ഓരോരുത്തരും എത്രത്തോളം ആ ഒരു കാത്തിരിപ്പിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു വരവിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുന്നു എന്നുള്ള കാര്യം ഓർക്കാം. ഇത് വായനകൾ ഉടനീളം നമ്മൾ പരിശോധിക്കുമ്പോഴും എത്രത്തോളം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കുന്നു എന്നുള്ള കാര്യം വളരെ ഭംഗിയായിട്ട് നമ്മൾ ഓരോരുത്തരും ഓർമ്മിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു ബസ്സിൽ വെച്ച് നടന്ന സംഭവം എങ്ങനെയാണ്, ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലും അതുപോലുള്ളൊരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. ഒത്തിരിയേറെ ആൾക്കാരുള്ള ഒരു ദീർഘദൂര ബസ്. അവർ ബസ്സിൽ ഒരു ദൂരെയുള്ളൊരു പ്രദേശം കാണണമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ബസ്സിൽ കയറുന്ന ഒരു പെൺകുട്ടി. അങ്ങനെ ഈ ഒരു പെൺകുട്ടി ബസ്സിലായിരിക്കുമ്പോൾ വളവും തിരിവും കൊണ്ട്, അതിൻ്റെ ആ ഒരു പ്രകൃതം കൊണ്ട് ഛർദ്ദിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് വരികയാണ്. ഇങ്ങനെ ഛർദ്ദിക്കുന്നുണ്ട്. അങ്ങനെ വളരെ അവശയായിട്ടിരിക്കുമ്പോഴും ഒരു ചമ്മലോടുകൂടി മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു ഭാരത്തോടു കൂടി ഇരിക്കുന്ന നിമിഷം, ആരും സാന്ത്വനത്തോടെ ഒരു വാക്ക് പറയാനോ അല്ലെങ്കിൽ ഒന്ന് തിരുമ്മി കൊടുക്കാൻ പോലും ആരും സന്നദ്ധരാകുന്നില്ല. അങ്ങനെ ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ ആ തിരക്കിനിടയിലും കണ്ടക്ടർ ഓടി വന്ന് ഒരു പെൺകുട്ടിക്ക് വെള്ളം കൊടുക്കുകയും പുറം തിരുമ്മി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒത്തിരിയേറെ ആശ്വാസമായി എന്നുള്ള ബോധത്തോടു കൂടി ഈ ഒരു പെൺകുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ആ ഒരു ചെറിയ സംഭവം പലപ്പോഴും നമുക്കും ഒരു ചെറിയ സംഭവമായിട്ട് തോന്നാം, അല്ലെങ്കിൽ ഒരു ചെറിയ അനുഭവമായിട്ട് തോന്നാം. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഒരാൾ ആഗ്രഹിച്ചിരുന്നൊരു കാര്യം മറ്റൊരാൾ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ടത് നമ്മൾ എത്രത്തോളം മറ്റുള്ളവരുടെ ഹൃദയങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് ആരംഭിക്കുന്ന ഈ ഒരു ഒരുക്കത്തിൻ്റെ ദിവസങ്ങളിൽ, ഈ ഒരു ആഗമന ദിവസത്തിൻ്റെ ഓരോ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ എത്രത്തോളം ദൈവത്തിന് വേണ്ടി ഇസ്രായേൽക്കാരായിക്കോട്ടെ, പഴയ നിയമത്തിൽ ഓരോ ജനതയും കാത്തിരുന്നോട്ടെ, ആ ഒരു കാത്തിരിപ്പിൻ്റെ ഒരു അംശമെങ്കിലും നമ്മുടെ ജീവിതത്തിലും രക്ഷകന് വേണ്ടി കാത്തിരിക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഓർക്കാം. ആദ്യമേ തന്നെ ഒന്നാമത്തെ വായനയിലേക്ക് കടന്നു വരുമ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ ആ ഒരു പുസ്തകത്തിലുടനീളം പറയുന്നത്, ഇരുട്ടിൻ്റെ താഴ്വരയിൽ നടന്ന അവരോരോരുത്തരും പ്രകൃതി അവരെന്തുകൊണ്ട് പ്രകാശത്തിൻ്റെ പാതയിലേക്ക് അവരുടെ ജീവിതം വ്യാപരിച്ചുകൂടാ. സ്നേഹമുള്ളവരെ, ഒത്തിരിയേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. യുദ്ധക്കെടുതിയുടെയും അല്ലെങ്കിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ കടന്നു പോകുന്ന നിമിഷങ്ങളിൽ അവർ പലപ്പോഴും ഇരുട്ടിൻ്റെ അറയിൽ അല്ലെങ്കിൽ ആ ഒരു കുരിരുട്ടിൻ്റെ പാതയിലായിരുന്ന ഓരോ നിമിഷവും അവർക്കും അവരുടെ ജീവിതത്തിലേക്ക് ഒരു വിളി കടന്നു വരുന്നുണ്ട്. അത് പ്രകാശത്തിൻ്റെ പാതയിലേക്ക് നിങ്ങൾ എന്തുകൊണ്ട് വ്യാപരിച്ചുകൂടാ. പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ പൗലോസ്ലീഹ ആത്മീയ ജീവിതം പലപ്പോഴും ഇരുട്ടായിട്ടും പ്രകാശമായിട്ട് പറയുന്നുണ്ട്. ദിവസമായിട്ടും രാത്രികാലവുമായിട്ട് ബന്ധിക്കുമ്പോൾ ഈ ദിവസം എന്ന് പറയുന്നതാണ് ദൈവത്തിൻ്റെ ആഗമനം എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുന്നുണ്ട്. ഒപ്പം രാത്രിയുടെ യാമം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഭാവാവസ്ഥകളും അല്ലെങ്കിൽ
തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള നിമിഷങ്ങളെല്ലാം പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പൗലോസ്ലീഹ കൂട്ടിച്ചേർക്കുന്നുണ്ട്, ആ ഒരു ദിവസങ്ങൾ ഇതാ എത്തിക്കഴിഞ്ഞു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒത്തിരിയേറെ ഒരുപക്ഷെ നാളത്തെ ദിവസം തൊട്ട് പല നോമ്പുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് അനുവർത്തിക്കാൻ നമ്മൾ ഒരുപക്ഷെ തീരുമാനമെടുത്തിട്ടുണ്ടാകാം. പക്ഷെ അതിലുപരി ഞാൻ എത്രത്തോളം ഈ ഒരു ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ രക്ഷകന് വേണ്ടി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുങ്ങുന്നു എന്നുള്ള കാര്യം നമ്മളെപ്പോഴും തിരിച്ചറിയണം. കാരണം ഓരോ പ്രാവശ്യവും തമ്പുരാൻ നമ്മളോട് ആഗ്രഹിക്കുന്നത് ജാഗ്രതയോടുകൂടി നിങ്ങളായിരിക്കാൻ പറയുമെങ്കിലും നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കാൻ തമ്പുരാൻ പറയുന്നുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഏറ്റക്കുറച്ചിലുകളും ബുദ്ധിമുട്ടുകളും വേദനകളും കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് നമ്മുടെ ഹൃദയങ്ങളാണ്. ഇന്നത്തെ സുവിശേഷം പരിശോധിക്കുമ്പോഴും വളരെ ഭംഗിയായിട്ട് കാണാൻ സാധിക്കുന്നു. ഒരു സാധാരണ ദിനം, അത് നോഹയുടെ ദിനങ്ങളിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ബാക്കിയുള്ള സമയങ്ങളിലാണെങ്കിൽ പോലും മറ്റുള്ളവർ വിവാഹം ചെയ്തു കൊടുത്തും ഭക്ഷണം കഴിച്ചും മറ്റുള്ള പ്രവൃത്തികളിലായിരിക്കുന്ന ഒരു സമയമാണ് ആ ഒരു ദിവസം വന്നെത്തിയത്. സ്നേഹമുള്ളവരെ, തിരിച്ചറിയേണ്ടത് അവരോരോരുത്തരും എത്രത്തോളം ജാഗ്രതയോടുകൂടി ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരുന്നു എന്നുള്ള കാര്യമാണ് തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ എപ്പോഴും തിരിച്ചറിയുക, രണ്ടുപേരുള്ളിടത്തു നിന്ന് ഒരാളെ എടുത്തു എന്ന് പറയുമ്പോൾ ആ രണ്ടുപേരും ചെയ്തത് ഒരു പ്രവൃത്തിയാണെങ്കിലും അവർ ഹൃദയം കണ്ടിട്ടാണ് ഒരാളെ എടുക്കുന്നത്. ഒപ്പം അവർ കള്ളൻ ആ ഒരു വീട്ടിലേക്ക് കടന്നു വരുമ്പോഴും ഇപ്പോഴും തിരിച്ചറിയേണ്ടത് ഒരു ദിവസത്തേക്ക് മാത്രമല്ല, ഏതൊരു മണിക്കൂറിലും ആരെ എൻ്റെ വീട് അപഹരിക്കാൻ ശ്രമിച്ചാലും ഞാൻ എത്രത്തോളം വിശ്വസ്തയോടുകൂടി ആ ഒരു കാത്തിരിപ്പോടുകൂടി ഞാനായിരിക്കും അല്ലെങ്കിൽ ഉണർന്നിരിക്കും എന്നുള്ള കാര്യം തമ്പുരാൻ ഉദ്ബോധിപ്പിക്കാനാണ്. സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ എന്തുകൊണ്ട് ഈ ഒരു ആഗമനകാലത്തിൻ്റെ 1-ാം വാരത്തിൽ ഇതുപോലെ വായനകൾ അല്ലെങ്കിൽ ജാഗരൂകരായിരിക്കാൻ തമ്പുരാൻ ഉദ്ബോധിപ്പിക്കുന്നു എന്നുള്ളൊരു സംശയം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേ. കാരണം ആഘോഷത്തിൻ്റെ ദിവസങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു കാത്തിരിപ്പിൻ്റെ വിരാമം ഇട്ടുകൊണ്ട് സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ദിവസങ്ങൾ നമ്മൾ പ്രവേശിക്കുമ്പോൾ എന്തുകൊണ്ട് തിരുസഭ നമ്മുടെ മുമ്പിലേക്ക് ജാഗരൂകരായിരിക്കാൻ പറയുന്നു അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ ഒരുക്കാൻ പറയുന്നു എന്നുള്ളൊരു കാര്യം ചോദിക്കുമ്പോൾ എപ്പോഴും തിരിച്ചറിയേണ്ടത് ആ ഒരു വരവിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു കാത്തിരിപ്പിന് വേണ്ടി എത്രത്തോളം നമ്മൾ ഓരോരുത്തരും ഒരുങ്ങാൻ സന്നദ്ധനാണ് എന്നുള്ള കാര്യമാണ്. കാരണം പഴയ നിയമം പരിശോധിക്കുമ്പോൾ ഏതൊരു സ്ത്രീയും ഏതൊരു കുടുംബിനെയും ആയിക്കൊള്ളട്ടെ ഒരു രക്ഷകന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അവരോരോരുത്തരും അടിമത്തിലായിരുന്നു. കാരണം അത്രത്തോളം ദൈവത്തിൻ്റെ ദിനങ്ങൾ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച് കടന്നുപോയ ഓരോ വ്യക്തികളും പലപ്പോഴും പ്രാർത്ഥനയിൽ എപ്പോഴും കൂട്ടിച്ചേർത്തിരുന്നത് ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമെന്നാണ്. ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് അവരുടെ കുടുംബ പ്രാർത്ഥനകളിലും അല്ലെങ്കിൽ ആ ഒരു വ്യക്തിപരമായ പ്രാർത്ഥനകളിലും പലപ്പോഴും അത് കൂട്ടിച്ചേർക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം വേദനയോടുകൂടി അവർ ഓരോരുത്തരും കടന്നുപോയി എന്നാണ്. നമ്മുടെ ജീവിതത്തിലായിക്കൊള്ളട്ടെ പലപ്പോഴും നമ്മുടെ ചുറ്റോടും പരിശോധിക്കുമ്പോൾ മതപീഡനങ്ങളിലും അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പേരിലും ക്രിസ്തുവിൽ തങ്ങളുടെ ജീവിതം സമർപ്പിച്ചതിൻ്റെ പേരിലും സഹനങ്ങളും വേദനകളും ഏറ്റുവാങ്ങിയ ഒത്തിരിയേറെ മക്കളുണ്ട്. ഒരുപക്ഷെ അവരുടെ പ്രാർത്ഥനകളും ഇതുപോലെ രൂപാന്തരപ്പെട്ടിട്ടുണ്ടാകാം. എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളും അതുപോലെ രൂപാന്തരപ്പെടുന്നില്ല? കർത്താവേ എഴുന്നള്ളി വരണമേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പ്രഹരങ്ങളും വേദനകളും ഏറ്റുവാങ്ങുമ്പോൾ മാത്രമല്ല, വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുമ്പോഴും എനിക്ക് ദൈവം തന്ന എത്രത്തോളം വലിയ സമ്മാനത്തിൽ ഒരു ആഗ്രഹത്തോടുകൂടി എന്തുകൊണ്ട് നമ്മുടെ ജീവിതവും രൂപാന്തരപ്പെടുത്തിക്കൂടാ? സ്നേഹമുള്ളവരെ, ആ ഒരു കാലഘട്ടത്തിൽ അവരത് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനുവേണ്ടി അവരോരോരുത്തരും തയ്യാറെടുക്കുമ്പോൾ ഒരു രക്ഷകന്റെ വരവിന് വേണ്ടി തങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അതിനുവേണ്ടി ഒരുങ്ങുമ്പോഴും അവരെപ്പോഴും ആഗ്രഹിച്ചത് ഒരു രക്ഷകന് കടന്നു വരും, ഈ അടിമത്തത്തിൽ നിന്ന് തങ്ങൾ ഓരോരുത്തരെയും രക്ഷിക്കുമെന്നുള്ള ഒരു കാര്യമാണ്. അന്ന് അവരത് അത്രത്തോളം ആത്മീയമായിട്ടും ബഹുമാനത്തോടും അത്രത്തോളം ആഗ്രഹത്തോടും കൂടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് ഒരു രക്ഷകൻ കടന്നു വരും എന്നുള്ള കാര്യത്തിൽ അവർക്ക് എപ്പോഴും ഉറപ്പുണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെയും അടിമത്തങ്ങൾ പലപ്പോഴും പാപത്തിൻ്റെയോ അല്ലെങ്കിൽ തഴക്കദോഷങ്ങളുടെയൊക്കെ അടിമത്തങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. എന്തുകൊണ്ട്? ഇത്രത്തോളം എനിക്ക് സമ്മാനമായി തന്ന ഒരു വിശുദ്ധ കുർബാനയിൽ ഒരാഗ്രഹത്തോടു കൂടി എന്തുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ നമ്മൾ ഓരോരുത്തരും വ്യാപരിച്ചുകൂടാ? സ്നേഹമുള്ളവരെ, ഹൃദയങ്ങൾ ഒരുക്കുവാനും പ്രകാശത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുവാനും ഒപ്പം ദിവസത്തിൻ്റെതായുള്ള എല്ലാ പ്രത്യേകതകളിലും നമ്മുടെ ജീവിതവും ഒരുമിപ്പിക്കാൻ തമ്പുരാൻ ആഹ്വാനം ചെയ്യുന്നുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ, ഒരുങ്ങേണ്ട ദിവസങ്ങളാണ്.
നമ്മുടെ ഹൃദയങ്ങൾ തമ്പുരാന് വേണ്ടി ഒരുക്കേണ്ട ദിവസങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. തിരിച്ചറിയുക, അന്ന് ആ രക്ഷകന് വേണ്ടി അവരെത്രത്തോളം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തുകൊണ്ട് ഒരു കണിയെങ്കിലും അതിനു വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൂടാ? കാരണം ഓരോ ദിവസവും നമ്മുടെ ജീവിതം പരിശോധിക്കുമ്പോൾ മറ്റൊരു ക്രിസ്തുമസ് ആയിട്ട് പലപ്പോഴും നമ്മുടെ ജീവിതം മാറുന്നുണ്ട്. ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്ന ഒരു തൂവെള്ള ഓസ്തിയിൽ അടങ്ങിയിരിക്കുന്ന ഈശോ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു പ്രാർത്ഥനയിൽ എത്രത്തോളം ഒരുക്കത്തോടു കൂടിയാണ് നമ്മൾ എന്നുള്ള കാര്യം എപ്പോഴും ആത്മശോധന ചെയ്യണം. കാരണം സുവിശേഷം പരിശോധിക്കുമ്പോൾ ഓരോ കാലഘട്ടത്തെ പറ്റി പറയുമ്പോൾ സാധാരണ ദിനങ്ങളായിട്ടുള്ള പല സാഹചര്യങ്ങളിലാണ് തമ്പുരാൻ അവരെ ഉത്ബോധിപ്പിക്കുന്നത്. നിങ്ങളിൽ 2 പേര് വയലിൽ പണിയെടുക്കുന്ന ഒരാൾ എടുക്കപ്പെടും. പലപ്പോഴും ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തെ കുഴപ്പിക്കുമെങ്കിലും എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, അവർ ഹൃദയം കാണാനാണ് തമ്പുരാൻ ആഗ്രഹിച്ചത്. സ്നേഹമുള്ളവരെ, എൻ്റെ ഹൃദയത്തെ എത്രത്തോളം ആ ഒരു സ്നേഹത്തിന് വേണ്ടി എനിക്ക് ഒരുക്കാൻ പറ്റും? അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ പാതയിൽ യെശയ്യാ പ്രവാചകൻ പറയുന്നത് പോലെ ഇരുട്ടിൻ്റെ എല്ലാ മറയിൽ നിന്നും നിങ്ങൾ ഓരോരുത്തരും ഓടിയകന്ന് പ്രകാശത്തിൻ്റെ പാത സ്വീകരിക്കാൻ പറയുമ്പോൾ എത്രത്തോളം ആ ഒരു പാതയിൽ എനിക്കായിരിക്കാൻ പറ്റും? ഒരു പക്ഷേ നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും പരിശോധിക്കുമ്പോൾ പാപത്തിൻ്റേതോ അല്ലെങ്കിൽ പാപത്തിൻ്റേതായിട്ടുള്ള ബന്ധങ്ങളിൽ പെട്ടിട്ടുള്ള പല ഇരുട്ടിൻ്റെ അറകളും അല്ലെങ്കിൽ വഴിത്താരകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എന്തുകൊണ്ട് പ്രകാശത്തിൻ്റെ പാതയിലേക്ക് നമുക്കും സഞ്ചരിച്ചുകൂടാ? സ്നേഹമുള്ളവരെ, നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കാം. ആ ഒരു കാത്തിരിപ്പിൻ്റെ ദിവസങ്ങൾ ഇന്ന് ആരംഭിക്കുമ്പോൾ ആഹ്ലാദത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മാത്രമല്ല, സങ്കടത്തിൻ്റെയും വേദനയും നിറഞ്ഞ ദിവസങ്ങൾ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കുമ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ ഒരുങ്ങി ആ ഒരു ദൈവസ്നേഹത്തിലേക്ക് നമ്മളെയും ചേർത്ത് പിടിക്കാം. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.